നമസ്കാരം. കേരള വിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിസിനസ് സ്റ്റാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ബാംഗ്ലൂർ നഗരത്തിലാണ്. കർണാടകയുടെ തലസ്ഥാനമാണ് ബാംഗ്ലൂർ. ഇന്ത്യയിലെ മറ്റ് പട്ടണങ്ങളെ അപേക്ഷിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു നഗരം കൂടിയാണ് ഈ ബാംഗ്ലൂർ. ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പൂരങ്ങളുടെ സാംസ്കാരികത്തിൻ്റെ നാടായ തൃശ്ശൂർ ജില്ല. വേദങ്ങളും മന്ത്രങ്ങളും ഉരുവിടുന്ന താന്ത്രിക കർമ്മങ്ങൾക്ക് വേദിയൊരുക്കുന്ന കുടുംബത്തിൽ ജനിച്ച് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരികയും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ബാംഗ്ലൂരിലെ മലയാളികൾക്ക് ഏവർക്കും സുപരിചിതനായ ശ്രീ KS തന്ത്രി അവറുകളാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. മറുനാട്ടിലെ മലയാളികൾ അവരുടെ വിജയഗാഥ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി അന്വേഷിച്ച് മറുനാട്ടിലെത്തുകയും വളരെയധികം കഷ്ടപ്പെട്ട് അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവിടുത്തെ ഭാഷ, അവിടുത്തെ സംസ്കാരം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിൽ കുറവ് വരുത്താതെ മുന്നോട്ട് പോകുന്ന നമ്മുടെ മലയാളികൾ എന്നും കേരളത്തിൻ്റെ അഭിമാനമാണ്. അവരെ ഈ പ്രോഗ്രാമിൽ പരിചയപ്പെടുത്തുക എന്ന് പറയുന്ന വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അതിഥി അതിലേറെ പ്രഗത്ഭനും കാര്യം ഇവിടുത്തെ പ്രമുഖരുമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കലാ സാംസ്കാരിക മലയാളി സമാജങ്ങളിലെല്ലാം താങ്കൾ വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ലയൺസ് ക്ലബിലെ പ്രസിഡന്റും കൂടിയാണ്. ഇന്ദിരാനഗർ ലയൺസ് ക്ലബ് ഇന്ദിരാനഗർ. ഓക്കെ. അപ്പോൾ ഈ ബാംഗ്ലൂർ നഗരത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് സർ? എൻ്റെ ചെറുപ്പകാലത്തെ സാഹചര്യം അങ്ങനെ വന്നതായിരുന്നു. കേരളത്തിൽ എൻ്റെ വീട്ടിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മനസ്സിൽ തോന്നി. ആരോടും പറയാതെ ഞാൻ നാട് വിടുന്ന സമയത്ത് ആരോടും പറഞ്ഞില്ല. ബുദ്ധിമുട്ട് കണ്ടിട്ട് നാട് വിടേണ്ടി വന്നു. കാരണം അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പോൾ പിതാവ് വേറെ ചെറിയ കാര്യത്തിന് ദേഷ്യപ്പെടേണ്ടി വരും. കാരണം ചെറിയ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പിതാവ് മൂത്ത മകനോടാണല്ലോ അധികം ദേഷ്യപ്പെടുക. അങ്ങനെയുള്ള ദേഷ്യം വന്നിട്ടപ്പോൾ വിഷമം തോന്നിയപ്പോൾ നാട് വിട്ടതാണ്. വളരെ ചെറുപ്പത്തിൽ 11 വയസ്സായപ്പോൾ നാട് വിട്ടതാണ്. അപ്പോൾ പിതാവിന് ജോലി? പിതാവ് ക്ഷേത്രത്തില് അല്ല, ക്ഷേത്രങ്ങളിൽ പകലൊക്കെ പോവും. ക്ഷേത്രങ്ങളിൽ ജോലി പകല് പോവുകയും മാന്ത്രികമായുള്ള ജോലികൾക്ക് പകല് പോവുകയും രാത്രി ഉറക്കം വീഴ്ചിട്ട് ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്, റൗണ്ട് വേസ്റ്റ് സ്വരാജ് റൗണ്ടിൽ, സീതാറാം അയ്യരുടെ പെട്രോൾ ബങ്ക് നിയർ ബൈ CMS ഹൈസ്കൂളിൽ. അദ്ദേഹം അവിടെ കേരളത്തിൽ ആദ്യമായിട്ടൊരു പെട്രോൾ ബങ്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ സീതാറാം അയ്യർ പെട്രോൾ ബങ്കാണ്. നൈറ്റ് സർവീസ്. ആ പെട്രോൾ പമ്പിൽ നൈറ്റ് ജോലിക്ക് അച്ഛൻ പോവുകയും പകലെല്ലാം മാന്ത്രികമായും പൂജകൾ കർമ്മങ്ങൾക്ക് പോവുകയും അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന ഞങ്ങളെ എൻ്റെ അനിയന്മാർ 3 പേരും 4 പെൺകുട്ടികളും. അപ്പോൾ മൊത്തം വലിയൊരു കുടുംബമായിരുന്നു. വലിയ കുടുംബമായിരുന്നു. അപ്പോൾ അച്ഛൻ വളരെ എന്തോ കാര്യത്തിന് വേണ്ടി ദേഷ്യപ്പെടുകയാണ്. ദേഷ്യപ്പെട്ട് വേറെ ഒന്നിനല്ല, 3 മണിക്ക് വടക്കുന്ന അമ്പലത്തിൽ അച്ഛൻ എനിക്ക് പോകും. പൈപ്പിൽ വെള്ളം കുളി കഴിഞ്ഞിട്ട് തൊഴാനും പിടിക്കാനും പോയിട്ട് വരും. അങ്ങനെ മകനെ മന്ത്രം പഠിപ്പിക്കാനും നല്ല രീതിയിൽ കൊണ്ടുവന്ന് വരുമ്പോൾ എൻ്റെ തലവിധി അതിനെ അനുവദിച്ചില്ല. കാരണം മന്ത്രങ്ങൾ ശരിക്കും പഠിക്കാൻ പറ്റിയില്ല. അന്നൊരു കാലത്ത് ദേഷ്യപ്പെട്ടു, അച്ഛൻ തല്ലിയപ്പോൾ ഈ മന്ത്രത്തോട് വെറുപ്പ് തോന്നി നാട് വിടേണ്ടി പരിസ്ഥിതി വന്നു. അങ്ങനെ ആ നാട് വിടല് ബാംഗ്ലൂരിലേക്കാണ്? അല്ല, ഞാൻ ചെറുപ്പത്തിൽ ആദ്യം പോയത് ചെന്നൈയിൽ പോയി കുറച്ച് സമയം ജോലിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദ് പോയി. ഹൈദരാബാദിൽ ജോലി എടുക്കുന്ന ഒരു ഹോട്ടലിൽ കണ്ട് അവിടുത്തെ ജോലിയിൽ എന്നെ ഇഷ്ടപ്പെട്ട് ബാംഗ്ലൂരിലുള്ള ഒരാൾ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവിടെ വന്നു 1977. അതിൻ്റെ ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് പോയി വരികയും സമ്പാദിച്ച് കിട്ടുന്ന കാശ് വീട്ടിൽ കൊടുക്കുകയും. അപ്പോൾ അച്ഛനെ പോയി കണ്ട്, ഞാൻ ജോലിക്കാണ് പോയത്, ഞാൻ ജോലി ചെയ്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കണ്ട് പൈസ നൽകുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ അച്ഛൻ ഇത്ര നേരം നീ പഠിച്ചു വരുന്ന ആശപ്പെട്ടു, ഇപ്പം തന്നെ ജോലിക്ക് പോയുള്ളത് മനസ്സിന് ആദ്യം ഒരു വിഷമം തോന്നി. പിന്നെ അച്ഛനും അതൊരു സഹായമായി. പിന്നെ അങ്ങനെ സഹകരിച്ചിട്ട് വന്നു. ആ കുടുംബത്തിൽ മൂത്ത ആളും കൂടിയാണ്. ബാക്കി താഴെയുള്ളവരെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അന്ന് അവർക്കൊന്നും ഇങ്ങനെ ജോലി എടുക്കുന്നതിൽ പോലും ഞങ്ങളുടെ ബ്രാഹ്മണ സമ്പ്രദായത്തിൽ പുറത്തുപോയി ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു വിഷമമുള്ള കാര്യമായിരുന്നു. ജോലി പോവില്ല ആരും, ഒക്കെ ഞങ്ങൾ പൂജ കർമ്മങ്ങൾക്ക് പോവുള്ളൂ. അങ്ങനെ സിറ്റുവേഷനിൽ ഞാൻ പോയൊരു ഹോട്ടലിൽ പോയി ജോലി എടുക്കാന്ന് പറഞ്ഞതിൽ അച്ഛന് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അപ്പൊ തൃശ്ശൂരിൽ നിന്നും ചെന്നൈയിലേക്കാണ് ആദ്യം പോകുന്നത്? ആദ്യം പോയത് ചെന്നൈയിലാണ്. അന്ന് പോകുന്നത് എൻ്റെ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ
സ്റ്റേഷൻ മാസ്റ്റർ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. എന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേര് ശരിക്കും ഓർക്കുന്നില്ല. ഒരു ഏതൊരു മാസ്റ്ററാണ് അദ്ദേഹം. ഞാൻ അവിടെ വന്ന് കുത്തിയിരിക്കുക എപ്പോഴും. കാരണം ചെറിയ വീട്ടിലായതുകൊണ്ട് സ്ഥലസൗകര്യം കുറവുണ്ട്. അവിടെ വന്ന് ഇരിക്കുന്നത് കുറെ ഫ്രണ്ട്സുമായി സംസാരിക്കുമ്പോൾ എന്നെ പരിചയമുണ്ട്. ഒരു ദിവസം വണ്ടി ചെയ്യുമ്പോൾ സാറേ ഞാൻ പോവാണെന്ന് പറയും. നിങ്ങളുടെ കാശ് എത്ര ഉണ്ടെന്ന് ചോദിച്ചപ്പോഴും കാശില്ലാണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞുണ്ട്. അന്ന് പറയുമ്പോൾ ട്രെയിനിൽ കയറി പോവാന്ന് പറഞ്ഞ് കയറിപ്പോയതാ. അന്ന് ടിക്കറ്റ് എടുക്കണം പോകണം എന്നുള്ള തലയിലൊന്നും തോന്നിയില്ല. നാട് വിട്ടു പോവാന്ന്. ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പൊ കള്ളവണ്ടിയാണ് കള്ളവണ്ടി നേരെ ചെന്നൈയിൽ. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിലെ ഇന്ന് വ്യവസായ രംഗത്ത് വളരെയധികം ഉന്നതിയിലിരിക്കുന്നവർ പോലും അവർ പറയും ഞങ്ങളുടെ വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും കള്ളവണ്ടി കയറിയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് വന്നിറങ്ങുന്നത്. അവരുടെ ജീവിതത്തിന്റെ പിന്നിലൊരു കഥയുണ്ട്. അപ്പോൾ അവിടെ ചെന്നൈയിൽ വന്നിറങ്ങി അവിടെ ഹോട്ടൽ ജോലിക്ക്, പിന്നെ അവിടെ നിന്ന് ജോലി എടുത്തു. അതിനെ കുറെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇതൊന്നും എനിക്ക് ശരിയായി തോന്നിയില്ല. 2 പ്രാവശ്യം വീട്ടിൽ പോയി വന്നു. പിന്നെ അവിടുന്ന് ഞാൻ ഹൈദരാബാദ്. അന്ന് പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക. അതെ സ്ഥലങ്ങൾ. പക്ഷെ വേദങ്ങളും മന്ത്രങ്ങളും മാത്രം ഉരുവിടുന്ന ഒരു കുടുംബമാണ് അവിടെ. നമ്മൾ ജനിച്ചു വീഴുന്നത് നമ്മുടെ പിതാമഹന്മാരായിരുന്നാലും ബന്ധുജനങ്ങളായിരുന്നാലും ക്ഷേത്രാദി പൂജാകർമ്മങ്ങൾ ചെയ്യാനുള്ള. ഞാൻ എവിടെ ജോലി എടുത്തിട്ടുണ്ടോ അവിടെ എല്ലാം രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം അമ്പലത്തിൽ പോകും. മെഡ്രാസിൽ ജോലി എടുക്കുമ്പോൾ മൗണ്ട് റോഡിൽ ജനറൽ പട്ടേഴ്സിൽ ശർമാനി ഹോട്ടലിലാണ് ജോലി എടുത്ത്. അവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടുത്തെ ശിവക്ഷേത്രം, പത്മനാഭ ക്ഷേത്രം, അമ്പലങ്ങൾ രാവിലെ എനിക്ക് കുളിക്കാൻ പോകും. അങ്ങനെയുള്ളൊരു പ്രത്യേക എനിക്കൊരു 3 മണിക്ക് എഴുന്നേറ്റ് അച്ഛനെ സഹായിക്കാൻ ഒന്ന് ക്ഷേത്രത്തിൽ പോകാൻ വിളിച്ചപ്പോഴാണ് ദേഷ്യം വന്ന് പോകുന്ന ആള്. പിന്നെ മറുനാട്ടിൽ ചെന്നപ്പോൾ അതിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാ വെച്ചാൽ അച്ഛന് അമ്പലത്തിൽ പോകാൻ മാത്രമല്ല, ഈ മന്ത്രങ്ങൾ വായിൽ വന്നുകൊണ്ടിരുന്നില്ല. അതെ അവിടെയാണ് ഈ മന്ത്രം. ഞങ്ങളിൽ ഇന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ 3 മണിക്ക് കഴിഞ്ഞിട്ട് 4 മണി കഴിഞ്ഞാൽ 8-8:30 മണിയാവും. ഒരു ഗ്ലാസ് കാപ്പിയോ ഇല്ല അതിന് മതി. ഇന്നത്തെ കാലത്ത് ടിഫിനൊന്നും അന്നില്ല. അന്ന് വരെ ഒരു പപ്പടം തരും. ഇല്ലെങ്കിൽ വലിയ കാരണവന്മാർ കഴിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് ഭക്ഷണം കിട്ടുക. അതുവരെ ഇവിടെ വിശപ്പിന്റെ ദഹം സഹിച്ചും മന്ത്രങ്ങൾ വായിൽ ഉച്ചാരണം ശരിക്കും വന്നില്ല. കാരണം ഒരു പുരുഷസുക്തം പറയും. അപ്പം ഇതേമാതിരി ചെറിയ മുറിയല്ല അവിടെ. ഇവിടെ എന്നിട്ട് സഹസ്രാശ്രീഷ പുരുഷ സഹസ്രാശ സഹസ്രവ സഭൂമിം വിശ്വതോ വിദ്യാത്യതിഷ്ഠദശാങ്കുലം ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് അവിടെ കേൾക്കണം. അത് ഈ തണുപ്പത്ത് വിറച്ചിട്ട് പറയുമ്പോൾ ഇതിൽ വരില്ല, തെറ്റി വരും. അപ്പോൾ വന്നിട്ട് അടിക്കും പിടിച്ചിട്ട്. എന്തിനാണ് ഈ അടികൊള്ളണേ തോന്നി. അതാണ് മനസ്സിന് വിഷമം. അപ്പൊ അമ്മ ഇതൊന്നും പറഞ്ഞില്ല. അമ്മ സമാനപ്പെടും. അച്ഛനെല്ലാം അടിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനല്ലടാ നല്ലല്ല പറയും. എന്ത് പറഞ്ഞാലും അമ്മ സ്നേഹിച്ച് വളർത്തുന്നതിനാണ് സമാധാനം. പക്ഷെ അച്ഛനെ കാണുമ്പോൾ പേടിച്ചു പറയും. അന്ന് മനസ്സിൽ തോന്നിയില്ല അച്ഛൻ്റെ നല്ലനാ പറയണേന്ന് വിചാരിച്ച്. അത് എന്റെ ചീത്ത സമയം. പക്ഷെ ഇന്ന് തോന്നുന്നു അതൊക്കെ എന്റെ അച്ഛനുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥിതിയിലല്ല ഇരിക്കുക. എല്ലാ മന്ത്രങ്ങളും പഠിച്ച് ഇന്ന് നല്ല സ്ഥിതിയിൽ വന്നേനെ. കാരണം എൻ്റെ അച്ഛൻ മാത്രമല്ല, ഗുരുമാതിരിയായതിന്, ഗൈഡുമായതിന്. ആ നിമിഷങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിയായിട്ട് ഓർക്കുന്നു. കാരണം അച്ഛൻ, ഞാൻ മദ്രാസും കഴിഞ്ഞു, ഹൈദരാബാദും കഴിഞ്ഞു, ബോംബെയിൽ പോയി മോഡേൺ ഹിന്ദു ഹോട്ടലിൽ വീട്ടി റെയിൽവേ സ്റ്റേഷനിൽ മോഡേൺ ഹിന്ദു ഹോട്ടലിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആഴ്ച ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ദേഹസ്ഥിതിയല്ല എൻ്റെ. നല്ല വണ്ണം, വെളുവെളുത്ത ദേഹം. കിട്ടിയ കാശ് ഹാഫ് പാൻറ്റാണ്, കാക്കി പാൻറ്റ്, ഹാഫ് ബനിയനിടും. ഈ പാൻറ്റിനകത്ത് കാശ് ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിക്കിടക്കും. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഹോട്ടലകത്ത് കിടത്താൻ സമ്മതിക്കില്ല. ഹോട്ടലിൻ്റെ പുറത്ത് കിടക്കും. രാവിലെ എനിക്ക് നോക്കുമ്പോൾ ഈ കാശ് കാണില്ല, പോക്കറ്റ് അടിച്ചു പോയി. ആ സമയത്ത് ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ഞാനൊരു കാർഡ് എഴുതി അച്ഛാ എനിക്കിവിടെ വളരെ ബുദ്ധിമുട്ടായിരിക്കണോ, എനിക്ക് ഒരു 10 രൂപ അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. ആ 10 രൂപ അയക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരും നാളെ വരും മണിയോടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദിവസം ചോദിക്കും കാഷ്യറോട്, എനിക്കൊരു മണിയോട് വന്നാൽ തരണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ആ ആട് വയ്ക്കുമ്പോൾ അച്ഛൻ പറഞ്ഞോ മണിയാട് വരും എന്ന് പറഞ്ഞപ്പോൾ ഒരേ ഒരു വാക്ക് പറഞ്ഞ കാർഡിൽ എഴുതിയിരിക്കുക. അച്ഛൻ്റെ ആഗ്രഹം മകൻ പുറത്തുപോയി കഷ്ടപ്പെട്ടിട്ട് ജീവിതം എന്താ പഠിക്കട്ടെ എന്നായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല തോന്നിയ നേരത്ത്. എന്നെ അച്ഛൻ കഷ്ടപ്പെടുത്തുന്നല്ലോ എന്ന് തോന്നി. അതിൽ കാർഡിൽ എഴുതിയ ലെറ്റർ ഇങ്ങനെയായിരുന്നു: മേരാ ബേട്ടെ തുമാരേക്കോ കിतना पैसा मिलता है वो पैसे से जीने के लिए कोशिश करो, तुम्हारा काम देके
തുമാരാ മാലിക് പൈസ ജയേഗ പറഞ്ഞു. അച്ഛൻ പണം അയച്ചു തന്നില്ല. നമ്മുടെ ജോലി നോക്കി നമ്മുടെ മുതലാളിക്ക് പണം തരും, കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാൻ പഠിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ദേഷ്യം തോന്നാലും ഇന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ആ വാക്കുകൾ എത്ര മനോഹരമായിരുന്നു. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ താങ്കളുടെ പിതാവും മാതാവും സ്വാധീനിച്ചിട്ടുള്ളത്? എൻ്റെ അച്ഛൻ 64-ാം വയസ്സിൽ മരിച്ചുപോയി. എൻ്റെ അച്ഛനോട് എനിക്ക് സ്നേഹം കൂടി വരുമ്പോൾ അച്ഛൻ ഞാനും കുറച്ച് അകന്നില്ലെങ്കിൽ വന്നു. കാരണം ചെറുപ്പത്തിൽ എന്താണ് എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് അറിഞ്ഞില്ല. വിവരങ്ങൾ അറിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് മാസം വീട്ടിലേക്ക് അയച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് പ്രാരാബ്ദം കൂടുതലായി. ഊണ് കഴിക്കാൻ കിണ്ണങ്ങൾ ഒന്നാണെങ്കിലും ചോറുകൾ കൂടുതൽ വേണ്ടി വന്നു. ഐറ്റംസ് കൂടുമ്പോൾ കുറച്ച് ചിലവായി. പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, കാണാൻ ഭംഗിയുള്ള കുട്ടികൾ, ബ്രാഹ്മിൻസ് എംബ്രാന്തന്മാരെ കുട്ടികളെ കേൾക്കണം, നല്ല കാണാൻ ഭംഗി. വന്നവർ പറയും നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട്, എന്താ സീതനം കൊടുക്കുക, അങ്ങനെയൊക്കെ ചോദ്യം വന്നു. അച്ഛനെ സഹിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ട് കഴിപ്പിച്ച് പറഞ്ഞയച്ചാൽ മതി എന്നുള്ള ഇത് വന്നു. കാരണം കാണാൻ ഭംഗിയുള്ള കുട്ടികളെ പുറത്ത് പറഞ്ഞയക്കാൻ പേടിയായിരുന്നു ഞങ്ങൾക്ക് തൃശ്ശൂർ. നിങ്ങൾക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപയാണെങ്കിൽ പെട്ടിലൊരു പൂട്ടി വയ്ക്കുക. അതേമാതിരി 17-18 വയസ്സായ പെൺകുട്ടികളെ എങ്ങനെ പുറത്ത് പറഞ്ഞയക്കും? പുറത്ത് പോയിട്ട് വീട്ടിൽ വരണവർ അച്ഛന് വിഷമമായിരുന്നു. ഓരോ ദിവസം ഓരോ പേപ്പറിൽ ഓരോ ന്യൂസ് കേൾക്കാം. അപ്പോൾ അവരുടെയൊക്കെ കല്യാണങ്ങൾ വളരെയധികം ഭംഗിയായിട്ട് നടത്തി അച്ഛൻ. ഇന്ന് ഒരു പെങ്ങൾ തൃപ്പണിത്തറയുണ്ട്, 2 പേര് ബാംഗ്ലൂരുണ്ട്. ഇവരൊക്കെ ഞാൻ തന്നെ കഴിപ്പിച്ച 3 അനിയന്മാരെ കല്യാണം ഞാൻ തന്നെ കഴിപ്പിച്ച. ഒരു അനിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തൃശ്ശൂരുണ്ട്. എല്ലാവരും നല്ലത്. ഇനി ഒരു അനിയനെ മിലിറ്ററിയിലായിരുന്നു, അവനും ഇപ്പോൾ റിട്ടയർഡായിട്ട് തൃശ്ശൂരുണ്ട്. ഇനി ഒരു അനിയൻ ഇവിടെ സ്വന്തമായിട്ട് ബാംഗ്ലൂരിലെ മഹേന്ദ്ര കമ്പനിയിലുണ്ട്. ഇവർക്കൊക്കെ നല്ല വഴിയിൽ മൂത്തയാളെന്ന നിലയിൽ കടമ നിറവേറ്റി. എൻ്റെ മകനെ ആദ്യത്തവനെ തൃശ്ശൂര്, അവൻ്റെ പേര് രാജേഷ് KS, LKG. നല്ലോണം പഠിച്ചു മിടുക്കായ സ്കൂൾ ടീച്ചർമാരും കുട്ടികളും അവന് വളരെ ഫ്രണ്ട്സ് നല്ല രീതിയിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് വരെ കേന്ദ്ര വിദ്യാലയ സ്കൂളിലേക്ക് ചാൻസ് കിട്ടി, അവിടെയും പഠിച്ചു, നല്ല റാങ്ക് വാങ്ങിച്ചു അവൻ. അത് കഴിഞ്ഞ് ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂരിലെ വലിയ കോളേജാണ്, അവിടെയും പഠിച്ചു. നമ്പർ PUC. ഇപ്പോൾ ഈ BMS കോളേജിൽ എഞ്ചിനീയറിംഗ് പാസ്സായി. BMS കോളേജിൽ പഠിച്ചിട്ട് ഇവിടെ സാസ്കാനിൽ 12 വർഷം ജോലിയെടുത്തു. എന്നിട്ട് കമ്പനി മുഖാന്തരം അവൻ സ്വീഡനിൽ പോയിട്ട് 3 വർഷം ജോലിയെടുത്തു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ IT-യുടെ പ്രോബ്ലം കൊണ്ട് അവിടെ പൂട്ടേണ്ടി വന്നു. അവൻ തിരിച്ചു വന്നു. ഇന്നിപ്പോൾ റിലയൻസ് അംബാനി അവരവരുടെ മീറ്റിംഗ് പറഞ്ഞിട്ട് അവൻ അപ്പോൾ പോയി വന്നുകൊണ്ടിരിക്കുന്നു. സെറ്റായ അവൻ ഇവിടെ തന്നെ സ്വന്തം തുടങ്ങും, അതല്ലെങ്കിൽ അവൻ അബ്രോഡ് പോകാൻ കാത്തിരിക്കുകയാണ്.